വേദിയിലിരിക്കുന്ന നമുക്കൊക്കെ പ്രിയങ്കരനും ആദരണീയനും നമുക്കൊക്കെ ആവേശവും ഇന്ത്യയുടെ പ്രതീക്ഷയും നമുക്കൊക്കെ ഏറ്റവും ഹൃദയത്തിൽ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട രാഹുൽജി, വേദിയിലിരിക്കുന്ന UDFിൻ്റെ KC വേണുഗോപാൽജി ആൻഡ് പ്രിയപ്പെട്ട VD അടക്കമുള്ള വേദിയിലിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ ഒരു ജീവൻ തിരിച്ചു കിട്ടിയ ഒരവസ്ഥയിലാണ്. അതിനൊക്കെ നമ്മൾ നന്ദി പറയേണ്ടത് നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കന്മാർ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജിയെ പരിഹസിച്ചപ്പോഴും സമചിത്തയോടുകൂടി വളരെ തന്ത്രപരമായി ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കുകയും കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും 236 സീറ്റിലേക്ക് എത്തിക്കുകയും ചെയ്ത പ്രിയങ്കരനായ നേതാവ് രാഹുൽജി. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഈ ഏറനാടിൻ്റെയും തിരുവമ്പാടിയുടെയും നിലമ്പൂരിൻ്റെയും അതുപോലെ തന്നെ വണ്ടൂരിൻ്റെയും വോട്ടർമാർക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇടവണ്ണയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായാൽ ആകെ കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി രാജസ്ഥാനിലെ സിക്കാറിൽ 31,743 വോട്ട് 2019 ലഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിന് 4,24,749 വോട്ട് ലഭിച്ച കോൺഗ്രസ് പ്രിയപ്പെട്ട രാഹുൽജിയുടെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും മഹാമനസ്കതയോടുകൂടി രാജസ്ഥാനിലെ ആ സീറ്റ് CPMന് വിട്ടുകൊടുക്കുകയും CPMന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് 74,000 വോട്ടിന് ജയിപ്പിച്ച മഹത്തായ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മനസ്സിലാക്കണം. രാജ്യത്ത് BJPയുടെ ഒരു ഗവൺമെന്റിനെ താഴിറക്കാൻ, നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിന് ഒരു അറുതി വരുത്താൻ ശ്രീ രാഹുൽജി തന്ത്രപരമായി കോൺഗ്രസിന്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും പ്രചാരണത്തിനും ചുക്കാൻ പിടിക്കുകയും ഇന്ന് ഇന്ത്യ മുന്നണി മുഖ്യ പ്രതിപക്ഷമായി ഇന്ന് രാജ്യത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജി നമുക്കൊക്കെ ആവേശമാണ്. കഴിഞ്ഞ 2019 മുതൽ 2024 വരെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ നമുക്കൊക്കെ പ്രിയങ്കരനായി നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെടുകയും അങ്ങനെ നമ്മളുടെ എല്ലാം ഹൃദയത്തിൽ ചേരുകയും ചെയ്ത അദ്ദേഹം ഇന്ന് വീണ്ടും നമ്മുടെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരിക്കുകയാണ്. അദ്ദേഹം റായ്ബറേലിയിൽ കോൺഗ്രസിന്റെ ഏറ്റവും നെഹ്റു കുടുംബത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സീറ്റായ റായ്ബറേലിയിലും അദ്ദേഹം മത്സരിച്ചു. അദ്ദേഹം അവിടെയും വിജയിച്ചു. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, രാഹുൽജിയോട് അങ്ങേക്ക് ഏതാണ് ഉത്തമം? കോൺഗ്രസ് പാർട്ടിക്ക് ഏതാണ് ഉത്തമം? ഏതാണ് നിങ്ങളുടെ പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും ഉത്തമം? അതിന് ഉചിതമായ തീരുമാനമെടുക്കുന്നതിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. ഞങ്ങൾക്ക് ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അങ്ങയുടെ കൂടെ നിന്നുകൊണ്ട് അങ്ങ് ഈ രാജ്യത്തെ നയിക്കണമെന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാകണമെന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല. കാലാവസ്ഥ പ്രതികൂലമാണ്. ആ കാലാവസ്ഥ പ്രതികൂലമായിട്ടും ഇവിടെ എത്തിയ ഈ ജനസഞ്ചാരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്കൊക്കെ പ്രിയപ്പെട്ട രാഹുൽജിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വേദിയിലിരിക്കുന്നത് AICCയുടെ രാഷ്ട്രീയകാര്യ കോൺഗ്രസിന്റെ സംഘടനാകാര്യ സമിതി ചെയർമാനും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ ആവേശവും ഞങ്ങൾക്കൊക്കെ മാർഗനിർദ്ദേശങ്ങളും തരുകയും തന്ത്രപരമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾക്കും നേതൃപരമായ ചുക്കാൻ പിടിക്കുകയും അതുപോലെ തന്നെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വരികയും അവിടെ പോയി 70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ലോക്സഭയിലേക്ക് പോവുകയും ചെയ്ത പ്രിയപ്പെട്ട KC വേണുഗോപാൽ അവരെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് യുവത്വത്തിന്റെ പ്രതീകമായിക്കൊണ്ട് ഏത് കാര്യത്തിലും വ്യക്തത വരുത്തിക്കൊണ്ട് CPMനെയും പിണറായി വിജയന്റെയും തെറ്റായ ചെയ്തികൾക്ക് അടരാടി പോരാടിക്കൊണ്ട് ഏത് കാര്യത്തിനും നിയമസഭയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തും ഏതെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അവിടെ ഓടിയെത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട VD സതീശൻ അറുവൽ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്,
അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമുക്കിതിൽ സ്വാഗതം ചെയ്യാനുള്ളത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട ബഹുമാന്യനും ആദരണീയമാനുമായ എൻ്റെ വന്ദനായ പിതാവിൻ്റെ ആത്മസുഹൃത്തുമായ എം ഹസൻ സാഹിബ് അവരുകളെയാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതുപോലെ തന്നെ 1982 കേരള നിയമസഭയിലേക്ക് 25-ാമത്തെ വയസ്സിൽ തെരഞ്ഞെടുക്കപ്പെടുകയും 1984 കെ കരുണാകരന്റെ ഓമനപുത്രനായിക്കൊണ്ട് 84 ചെറുപ്പക്കാരനായി കേരളത്തിന്റെ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയാവുകയും നിങ്ങളുടെയും എൻ്റെയും ഒക്കെ പ്രിയപ്പെട്ട സിരിയാജിയുടെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്ത എനിക്ക് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്നും താങ്ങും തണലുമായി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അവരുകളെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് ആളുകൾക്ക് സ്വാഗതം പറയാനുണ്ട്. പിന്നീട് ഇവിടെ സ്വാഗതം പറയേണ്ടത് ഇന്ന് യുവാക്കളുടെ ഹരമായി CPM-ന്റെ കൊട്ടളങ്ങൾ തകർത്തുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും വർഗീയപരമായ CPM പ്രചരണം അയച്ചുവിട്ടപ്പോഴും വടകര അങ്ങാടിയിൽ CPM-കാരൻ വളരെ മ്ലേച്ഛമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒരു ഫ്ലെക്സ് വെച്ച് മുസ്ലിം ലീഗിന്റെ കൊടി അതിന്റെ വെച്ച്, അതുപോലെ തന്നെ അപ്പുറത്ത് ഷാഫി പറമ്പിന്റെ ഫോട്ടോ വെച്ചിട്ട് സൈബർ വിങ്ങൾ ഇദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് വന്ന് ചോദിച്ച നെറികെട്ട പ്രചരണം നടത്തിയ CPM-ന് തക്കതായ മറുപടി നൽകിയ നമുക്കൊക്കെ അഭിമാനം, യുവത്വത്തിന്റെ പ്രതീകം, നമ്മുടെ സ്നേഹവാചനം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി പറമ്പിൽ അവരുകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇവിടെ സ്വാഗതം പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, വളരെ സൗമ്യതയോടുകൂടി, ഞാൻ കുറച്ച് അഗ്രസീവ് ആയാലും അത് വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത സഹപ്രവർത്തകൻ, ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ പ്രിയപ്പെട്ട AP അനിൽകുമാർ MLA അവരുകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ UDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ, സംസ്ഥാന മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട CP ചെറിയമുദം അവരുകളെയും, മലപ്പുറം DCCയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട VS ജോയ് അവരുകളെയും, KPCCയുടെ ജനറൽ സെക്രട്ടറി എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ആര്യാടൻ ബാപ്പുട്ടിയെയും, അതുപോലെ തന്നെ രാജ്യസഭാ അംഗമായ പ്രിയപ്പെട്ട നമ്മുടെ ഒരു സഹോദരി ജബി മേത്തർ MP അവരുകളെയും, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ നമുക്കൊക്കെ പ്രതീക്ഷയായ രാഹുൽ മാങ്കൂട്ടത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ സ്വാഗത പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ സമയത്ത് ഇത്രയും അധികം ആളുകൾ ഇവിടെ സംഘടിച്ചു വന്നത് പ്രിയപ്പെട്ട രാഹുൽജിയോടുള്ള നമ്മുടെ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്താണ്. ആ വന്ന നിങ്ങളെ എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും UDF-ന്റെ നേതാക്കന്മാരെയും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പ്രിയപ്പെട്ട AP അനിൽകുമാർ അവരുകളെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഏറെ ആദരണീയനായ നമ്മുടെ രാജ്യത്തിൻ്റെ നായകൻ, നമ്മുടെ ഭരണഘടനയുടെ കാവലാൾ ശ്രീ രാഹുൽജി, വേദിയിലുള്ള ഏറെ ബഹുമാന്യനായ ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നതിൽ ഏറ്റവും വലിയ പ്രാഗൽഭ്യവും ചെടലതയും കാണിച്ചുകൊണ്ട് ഒത്തൊരുമിച്ച് ഒരു മുന്നണിയെ നയിക്കുന്നതിന് നേതൃത്വം നൽകിയ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള കേരളത്തിൻ്റെ അഭിമാനം ശ്രീ KC വേണുഗോപാൽ, വേദിയിലുള്ള പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ശ്രീ VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് ഏറെ പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തലജി, മുൻ PCC പ്രസിഡന്റ് MM ഹസൻജി, മറ്റ് വേദിയിലുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, PK ബഷീർ ആദ്യവും അവസാനവും പറഞ്ഞ പ്രതികൂലമായ കാലാവസ്ഥ, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ നമ്മുടെയൊക്കെ ചങ്കെടുപ്പ് വല്ലാതെ വർദ്ധിപ്പിച്ച ഒന്നായിരുന്നു. 10 മണി വരെ മഴയായിരുന്നു. പക്ഷേ മഴയൊന്നും ഒരു പ്രതികൂലമല്ല രാജ്യത്തെ രക്ഷിക്കുന്നതിലെന്ന് തെളിയിച്ച രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കാൻ ഇവിടുത്തെ ജനങ്ങളും ആവേശത്തോടു കൂടി കാത്തുനിന്നു എന്നുള്ളതാണ്
ഏറ്റവും സന്തോഷകരമായ കാര്യം. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായത് ഒരാശ്വാസമാണ്. നമ്മുടെ മനസ്സിനകത്ത് ആശങ്കകളുണ്ടായിരുന്നു, നമ്മുടെ മനസ്സിനകത്ത് ഭയപ്പാടുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സൊന്ന് സ്വതന്ത്രമായി, നമുക്കൊന്ന് ആശ്വാസത്തോടു കൂടി നമ്മൾ ജനിച്ചു വളർന്ന മണ്ണിൽ നമ്മളൊന്ന് സമാധാനത്തോടു കൂടി നിൽക്കുവാനുള്ള അന്തരീക്ഷം ഇന്ന് ഇന്ത്യയിലുണ്ടായിരിക്കുന്നു. അതിനൊരൊറ്റ കാരണക്കാരനേ ഉള്ളൂ, അത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ പറയട്ടെ, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യയുടെ ഭരണഘടന തിരുത്തി എഴുതും എന്ന് പറഞ്ഞവരുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിച്ചവരുണ്ട്, രാജ്യത്തെ ജനങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പിച്ചവരുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, നരേന്ദ്രമോദി 3ാമത് തവണയും പ്രധാനമന്ത്രിയായിട്ടുണ്ടെങ്കിൽ ഇന്ന് പല്ലും നഖവും നഷ്ടപ്പെട്ട ചിറകരിഞ്ഞ പ്രധാനമന്ത്രിയാണ് ഇന്ന് ഡൽഹിയിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രാഹുൽ ഗാന്ധി നമ്മെ നയിക്കുവാനുണ്ടെങ്കിൽ ഭരണഘടനയിലെ ഒരു വാചകം പോലും, ഒരു വരി പോലും, ഒരക്ഷരം പോലും തിരുത്താൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാടിനെ ഒന്നാക്കി ഒരു മനസ്സോടുകൂടി കൊണ്ടുപോയ രാഹുൽ ഗാന്ധി ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ന് അദ്ദേഹം നമുക്ക് നന്ദി പറയാനല്ല, മറിച്ച് നമ്മൾ അദ്ദേഹത്തോട് നന്ദി പറയേണ്ട സുദിനമാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ആ വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു മനസ്സായി, ഒറ്റക്കെട്ടായി, രാഷ്ട്രീയത്തിനതീതമായി വ്യത്യസ്ത ചിന്താഗതിക്കാർ പോലും ഇന്ന് രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്നുകൊണ്ട് പലരും പറഞ്ഞു 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം കടക്കില്ല എന്ന് പറഞ്ഞെടുത്ത് 3,65,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രവർത്തനമാണ്, നിങ്ങളുടെ പിന്തുണയാണ് എന്ന് പറയുവാൻ മാത്രം ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് നമുക്കുറപ്പാണ് ഇന്ന് ഈ ഗവൺമെൻറ്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് എത്ര നാൾ മുന്നോട്ട് പോകണം, എത്ര നാൾ ഭരിക്കണമെന്നുള്ള അതിൻ്റെ ജാതകക്കുറിപ്പ് എഴുതുന്നത് ശ്രീ രാഹുൽ ഗാന്ധി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അധികാരം നമുക്ക് ഭ്രമമായി എടുക്കാത്ത നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാം മറന്നൊറ്റായിക്കെട്ടായി നിന്ന് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ പ്രിയങ്കരനായ മുൻ PCC പ്രസിഡന്റ് ശ്രീ MM ഹസൻ ജിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ അനിൽകുമാർ, നമ്മുടെ എല്ലാം അഭിമാനമായ പ്രിയങ്കരനായ രാഹുൽജി, ശ്രീ KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ ഷാഫി പറമ്പിൽ, ശ്രീ PK ബഷീർ, മറ്റ് നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, രാഹുൽജി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ പാർലമെന്റ് അംഗമായിട്ടാണ്. അത് വയനാടിൻ്റെ മാത്രമല്ല, ഇന്ത്യയിൽ അപൂർവമായി മാത്രം അംഗീകാരം കിട്ടുന്ന 2 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ച ഒരു ഡബിൾ വിക്ടറിയോടുകൂടിയാണ് രാഹുൽജി ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ മഴയായിരുന്നു, ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. എനിക്കൊരാശങ്കയുണ്ടായിരുന്നില്ല. കാരണം പേമാരിയിൽ, മഴയത്തും കാറ്റത്തും വെയിലത്തും മഞ്ഞത്തും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാൽനടയായി നടന്ന രാഹുൽ ഗാന്ധി വയനാടിൽ കാലുകുത്തുമ്പോൾ മഴ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ഏറ്റവും സന്തോഷത്തിന് വക നൽകുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ കാവലാളായി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ യോഗങ്ങൾ നമ്മളൊക്കെ TV-യിലൊക്കെ കണ്ടു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞു, ആദ്യത്തെ പത്രസമ്മേളനത്തിൽ
അവിടെയും അദ്ദേഹം ഈ ഭരണഘടന ഉയർത്തിക്കാണിച്ചു മാധ്യമപ്രവർത്തകരോട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പോരാട്ടം, ഈ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. പാർലമെന്റിനകത്തും പുറത്തും ആ ഭരണഘടന അപ്പോഴും ഉയർത്തിക്കാണിച്ചപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമായി ഭരണഘടനയുടെ യഥാർത്ഥ കാവലാളാണ് രാഹുൽ ഗാന്ധി എന്ന് മനസ്സിലായി. ഇവിടെ ഇനി അദ്ദേഹം അടുത്തു വരുന്നത്, ഇവിടെ ബഷീർ പ്രത്യാശ പ്രകടിപ്പിച്ചത് ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹത്തെ കാണാൻ സ്വീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ്. ഞാൻ അതിനൊരു ഭേദഗതി അവതരിപ്പിക്കുന്നു. ഒരുപക്ഷേ ഈ ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇവിടെ വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളുടെയും വിശ്വാസവും സ്നേഹവും ഏറ്റുവാങ്ങിയ രാഹുൽ ഗാന്ധിയെ സ്നേഹം കൊണ്ട് എല്ലാ കാലത്തും വീർപ്പ് മുട്ടിച്ച ഈ വയനാട്ടിലെ ജനത ഇന്ന് അദ്ദേഹത്തെ അങ്ങേയറ്റം ആരാധനയോടെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താൻ മാത്രം ഈ അവസരം വിനിയോഗിക്കുന്നു. രാഹുൽജിയോടായ ഒരു അപേക്ഷയുണ്ട്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഭൂരിപക്ഷം കിട്ടുന്ന കക്ഷി, ഭൂരിപക്ഷമുള്ള ആളാണ് പ്രധാനമന്ത്രിയാവുന്നത്. ആ ഭരണഘടനയിൽ ഒരു വ്യവസ്ഥയുണ്ട്, ഇന്ത്യയിലെ ഭരണപക്ഷത്തിന്റെ മുമ്പിൽ നിന്ന് ശക്തമായി പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദം പ്രതിഫലിപ്പിക്കാൻ ആണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ഭരണഘടന രൂപം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ രക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം ശക്തമായി തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ PCC പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തലാജി. ആദരണീയനായ യോഗാധ്യക്ഷൻ ശ്രീ അനിൽകുമാർ, ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ നേതാവ് രാഹുൽജി, പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ശ്രീ MM ഹസൻ, വേദിയിലുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് 3,67,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിക്കൊടുത്ത ജനങ്ങളാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് രാജ്യത്തൊരു ചരിത്ര ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അബ് കി ബാർ 400 പാർ എന്ന് പറഞ്ഞുകൊണ്ട് 400 സീറ്റ് നേടുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച ഒരു പ്രധാനമന്ത്രിക്ക് നേരെ ഒറ്റയാൾ പോരാട്ടമാണ് പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയത്. ആ പോരാട്ടത്തിൽ മോഡി പരാജയപ്പെട്ടിരിക്കുന്നു, രാഹുൽ ഗാന്ധി വൻപിച്ച വിജയം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് കൊടുത്തതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെയാണ് റായ്ബറേലിയിലും വയനാട്ടിലും അദ്ദേഹം വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചത്. ഒന്നാഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ വാരണാസിയിൽ നരേന്ദ്രമോദി പരാജയപ്പെടുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ പോരാട്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി അവരോധിക്കുന്നത് വരെയുള്ള പോരാട്ടങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം. രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഈ രാഹുൽ ഗാന്ധി മാത്രം മതി എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് സർവ്വവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് എടവണ്ണയാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയത്. ശ്രീ PK ബഷീറിനെ ഞാൻ അഭിനന്ദിക്കുന്നു. എടവണ്ണയിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ അവർ തിരുത്തുകയാണ്. വണ്ടൂര്, നിലമ്പൂര്, ഏറനാട് 3 പേർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. കേരളത്തിലെ നിയമസഭയ്ക്കകത്തും പുറത്തും കേരളത്തിലെ UDFന്റെ പ്രതിപക്ഷ ശബ്ദം ശ്രീ VD സതീശൻ. ഏറ്റവും പ്രിയങ്കരനായ രാഹുൽജി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ശ്രീ രാഹുൽ ഗാന്ധിയെ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച വയനാട്ടിലെ വോട്ടർമാരോട്
കേരളത്തിലെ UDFിനുള്ള ഹൃദയംഗവുമായ നന്ദി ഞാൻ ആദ്യം പ്രകാശിപ്പിക്കുന്നു. നമുക്കറിയാം, ഇന്ന് രാഹുൽ ഗാന്ധി കേവലം ഒരു വ്യക്തിയല്ല, ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ സ്വപ്നവും പ്രതീക്ഷയും അവരുടെ ഹൃദയവുമാണ്. നമുക്കറിയാം, ഗവൺമെൻറ് രൂപീകരിച്ചവർ മ്ലാനവതരായിരിക്കുന്നു, രൂപീകരിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്തെത്തിയവർ ആഹ്ലാദഭരിതരായിരിക്കുന്നു. ഈ ഒരു വിചിത്രമായ കാഴ്ചയാണ് രാജ്യത്തുള്ളത്. അതായത് വിജയത്തിന് തുല്യമായിരുന്നു നമ്മുടെ ഈ നേട്ടം എന്നാണ് രാജ്യം നമ്മളോട് പറയുന്നത്. ഈ മനുഷ്യനിലാണ് മുഴുവൻ പ്രതീക്ഷ. ഒരു രാജ്യം മുഴുവൻ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാൻ, ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കാവലാളാകാൻ ഈ രാജ്യം മുഴുവൻ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ഓരോ മലയാളിക്കും അഭിമാനമായി മാറിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ. സമാരാധ്യനായ രാഹുൽജി, ബഹുമാന്യ നേതാക്കളെ, സത്യത്തിൽ ഏറ്റവും വികാര നിർഭരമായിട്ടുള്ള ഒരു നിമിഷമാണ്. കഴിഞ്ഞ 10 കൊല്ലത്തെ പോരാട്ട ഭൂമിയിൽ എല്ലാവരാലും പരിഹസിക്കപ്പെട്ട്, എല്ലാവരാലും ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമം നടത്തപ്പെട്ട്, ഒരൊറ്റയാനായി സധൈര്യം മുന്നോട്ട് പോയ ഒരു നേതാവിൻ്റെ പിന്നിൽ ഇന്ത്യൻ ജനത അണിനിരന്ന അപൂർവമായിട്ടുള്ള നിമിഷമാണ് 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. നരേന്ദ്രമോദി, നിങ്ങൾ ഈ മനുഷ്യൻ്റെ പാർലമെൻറ്റ് അംഗത്വം റദ്ദാക്കി 64 മണിക്കൂർ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ, ഒരു കേസുമില്ലാത്ത കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ അയച്ച് ചോദ്യം ചെയ്തു. രാജ്യത്തുടനീളം 20ഓളം കേസുകളിൽ പ്രതിയാക്കി 1 മാസം 1 കോടതി എന്ന കണക്കിൽ രാജ്യമെങ്ങും നടത്തിപ്പിച്ചു. വിദ്വേഷത്തിന്റെ പകയുടെ വിത്തുകൾ എല്ലായിടത്തും പാകി ഒരേ ഒരു ശബ്ദം, ഈ രാഹുൽ ഗാന്ധി നിങ്ങൾ പറഞ്ഞ് ആക്ഷേപിച്ച വാക്കുകൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, ആക്ഷേപത്തിൻ്റെ എല്ലാം നിങ്ങൾ അണിനിരത്തി. പക്ഷെ നിങ്ങൾ പറഞ്ഞു, പ്രതിപക്ഷത്തിരിക്കാൻ പോലും നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എനിക്ക് സത്യത്തിൽ വയനാട്ടിലെ ജനതയോട് ഏറ്റവും അഗൈതവുമായ നന്ദിയുണ്ട്. ലോക്സഭാംഗത്വം റദ്ദാക്കിയപ്പോഴും, ED ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും, രാഹുൽ ഗാന്ധിയെ വേട്ടയാടാൻ ശ്രമിച്ചപ്പോഴും എല്ലാം ഒരു മനസ്സോടെ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞു നിന്നവരാണ് വയനാട്ടിലെ ജനത എന്നുള്ളത് അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു ശബ്ദം, വയനാട് നിന്നും നമ്മൾ കേട്ട ശബ്ദം നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അമേഠി, റായ്ബറേലി, വയനാട്, ഇത് 3ഉം രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ഡലങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും പറഞ്ഞു അമേഠിയിൽ മത്സരിക്കാതെ റായ്ബറേലിയിലേക്ക് ഓടുന്നു. മോഡി പരിഹസിച്ചു, വയനാടും തോൽക്കുമെന്നുള്ളത് കൊണ്ടാണ് റായ്ബറേലിയിൽ പോയി മത്സരിക്കുന്നത്, വയനാട് തോക്കുന്നുള്ളത് കൊണ്ടാണെന്ന് മോഡി പ്രസംഗിച്ചു. പക്ഷേ നിങ്ങൾ എന്നിട്ട് പറഞ്ഞു, അമേഠിയിൽ നിർത്തിയ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ PA ആണെന്ന് പോലും പറഞ്ഞു പലരും. പക്ഷെ അവസാനം നരേന്ദ്രമോദിക്ക് വാരണസിയിൽ കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അമേഠി കൂടി തിരിച്ചു പിടിച്ച കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് കണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു പോരാട്ടത്തിൻ്റെ തുടക്കം മാത്രമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസങ്ങളും ഈ നിൽക്കുന്ന നമ്മുടെ നേതാവിൽ സുരക്ഷിതമാണ് എന്നുള്ള കാര്യം ഇന്ത്യയിലെ ജനങ്ങൾ വിളിച്ചു പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇനിയും നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. എല്ലാം തീർന്നുവെന്ന് അവകാശപ്പെട്ട് നമ്മൾ ആരും മുന്നോട്ട് പോകുന്നില്ല. ഇനിയുള്ള പോരാട്ടമുഖങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ, സന്ധിയില്ലാതെ ഓരോ ഇഞ്ചും മുന്നോട്ട് പോകാൻ, പ്രതിപക്ഷത്തെ നയിക്കാൻ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഉജ്ജ്വലമായ നേതൃത്വം നമുക്ക് അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വയനാടിന്
ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾക്ക് അഗൈതവുമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. നമ്മളേറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഈ രാജ്യത്തിന്റെ ശബ്ദം, വോയിസ് ഓഫ് ഇന്ത്യ, ശ്രീ രാഹുൽ ഗാന്ധി നിങ്ങളോട് സംസാരിക്കും. KC Venugopal, VD Satisan, Ramesh Chenithala, PV Abdul Wahab, MM Hassanji, AP Anil Kumar, PK Bashir, VS Joy, Cheria Mohammed, Jebi Mather, Shafi Parambil, Aryadan Shokatji, Alipata Jamila, Rahul Mamkutaltil, all the senior leaders on the stage, party workers, UDF workers, brothers and sisters, I'd like to welcome all of you here today. I'd like to start by thanking every single person in Wayanad who supported me. UDF voters, LDF voters, UDF workers, leaders, everybody who took part in the election and supported me and made my victory possible, I'd like to thank with all my heart. Many years ago, when I was a little boy, my grandmother and my mother took me to a Kathakali performance. And I remember I was small and I didn't understand anything about Kathakali. So it was maybe 2 hours long and I wanted to leave the room. I kept telling my grandmother, I'm bored, I want to go, it's hot. Every excuse I could find, I kept telling her. Then last year, after many years, I saw another Kathakali performance. And this time, there was a lady who was explaining me exactly what was going on. ഈ പ്രാവശ്യം അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ഈ കഥകളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായി പറഞ്ഞു തന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. And it was 3 hours long. The performance was 3 hours long. It was very hot, but I didn't realize that 3 hours passed. I didn't feel the heat. I was just looking at the performance. അത് മാത്രമല്ല, നേരത്തെ 2 പ്രാവശ്യമായിരുന്നു ആ കഥകളി ഉണ്ടായിരുന്നെങ്കിൽ ഇത് 3 മണിക്കൂറുകളോളം നീണ്ടു. പക്ഷേ എനിക്ക് സമയം പോയത് മനസ്സിലാക്കാൻ തോന്നിയില്ല. എനിക്ക് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. അവിടെ ചൂടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അത്ര മനോഹരമായിട്ടാണ് അത് പോയത്, ആ കഥകളി പെർഫോമൻസ് നടന്നത്. And when I walked out of the performance last year, I was thinking to myself, how strange that when I was small, the same exact performance, I was bored, I was not interested, I was feeling hot. And now, somebody has explained it to me, and I'm not feeling hot. It is hotter now than it was then, but I'm not feeling hot. And 3 hours have passed as if it's 1 minute.
അത് മാത്രമല്ല, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, പണ്ട് ഞാൻ കണ്ട ഇതേ കഥകളി അത് അന്ന് കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല, ഭയങ്കര ചൂടായിട്ട് തോന്നി, എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങി. പക്ഷേ ഇതേ കാര്യം ഈ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം കണ്ടപ്പോൾ അത് 3 മണിക്കൂർ ഉണ്ടായിരുന്നു, സമയം കൂടുതലായിരുന്നു, കൂടുതൽ ചൂടുണ്ടായിരുന്നു. പക്ഷേ ആരോ എനിക്ക് മനസ്സിലാക്കി തന്നപ്പോൾ മുമ്പ് തോന്നിയതൊന്നും എനിക്ക് ഇന്ന് തോന്നിയില്ല. And the difference was that this time I understood that this is the tradition, the voice, the expression of the people of Kerala. നിങ്ങൾക്കറിയാമോ ആ വ്യത്യാസം എന്തായിരുന്നു എന്ന്? കാരണം കഴിഞ്ഞ പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം കഥകളി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് കേരളത്തിന്റെ പാരമ്പര്യമാണ്, കേരളത്തിന്റെ ശബ്ദമാണ്, കേരളത്തിലെ ജനങ്ങളുടെ ആശയപ്രകാശനത്തിന്റെ ഒരു മാർഗമാണ് ഈ കഥകളി എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അതിനെക്കുറിച്ച് ബോറടിച്ചില്ല. The first time it was just a dance. The second time it was the voice of millions of people. It was the history of millions of people. It was the expression of millions of people. ഞാൻ ആദ്യത്തെ പ്രാവശ്യം കഥകളി കണ്ടപ്പോൾ എനിക്കതൊരു നൃത്തരൂപം മാത്രമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം കഥകളി കണ്ടപ്പോൾ കേരളത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ചരിത്രമായിരുന്നു അത്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ശബ്ദമായിരുന്നു ഞാൻ രണ്ടാമത് കണ്ട ആ കഥകളി. And each state of our country has these traditions, has its own language, has its own history, has its own expression. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ പാരമ്പര്യമുണ്ട്, അതിൻ്റെതായ ചരിത്രമുണ്ട്, അതിൻ്റെതായ ഭാഷയുണ്ട്, അതിൻ്റെതായ സംസ്കാരമുണ്ട്, അതിൻ്റെതായ ആശയപ്രകാശന രീതിയുണ്ട്. There is Malayalam, there is Tamil, there is Bengali, there is Gujarati. There are many different languages, many different dances, many different histories in this country. ഇവിടെ മലയാളമുണ്ട്, ബംഗാളിയുണ്ട്, തമിഴ് ഭാഷയുണ്ട്, ഗുജറാത്തിയുണ്ട്, പലവിധ നൃത്തരൂപങ്ങളുണ്ട്, പലവിധ പാരമ്പര്യങ്ങളുണ്ട്, പലവിധ ചരിത്രങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. And every single tradition, history is protected by the Constitution of India. ഈ രാജ്യത്തെ ഓരോ ചരിത്രത്തെയും ഓരോ പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഭാരതത്തിന്റെ ഭരണഘടനയാണ്. So the fact that the people of Kerala and the people of India can enjoy Kathakali, can listen to Malayalam, can eat Kerala food is all protected by this. നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ ജനങ്ങൾക്ക് കഥകളി ആസ്വദിക്കാൻ സാധിക്കും, മലയാളം സംസാരിക്കാൻ സാധിക്കും, ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും. ആ അവകാശങ്ങളെ എല്ലാം സംരക്ഷിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടനയാണ്. And if this was gone, then somebody can come to Kerala and say, we do not want you to speak Malayalam. ഈ ഭരണഘടന ഈ രാജ്യത്തില്ലാതായാൽ ഈ രാജ്യത്തിലേക്ക്, കേരളത്തിലേക്ക് ഒരാൾക്ക് വന്ന് ആർക്ക് വേണമെങ്കിലും വന്ന് പറയാം, നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട എന്ന് പറയാൻ സാധിക്കും. We do not want you to have dosa for breakfast. നിങ്ങൾ പ്രഭാത ഭക്ഷണമായി ദോശ കഴിക്കേണ്ട എന്ന് കേരളത്തിലേക്ക് വന്ന ആളുകൾക്ക് പറയാൻ സാധിക്കും, ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ. Or we don't like this particular tradition of yours. നിങ്ങളുടെ ഒരു പ്രത്യേക പാരമ്പര്യം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ആർക്കെങ്കിലും കേരളത്തിൽ വന്ന് പറയാൻ സാധിക്കും, ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ. And the fight in this election was about the Constitution. ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ കുറിച്ചുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നടന്നത്. And it was on one side millions of Indian people saying that we want our tradition, we believe in our language, we believe in our culture, we believe in our history, and we will define our future. ഒരു ഭാഗത്ത് ഈ പോരാട്ടത്തിൽ ഒരു ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ വേണം, ഞങ്ങളുടെ സംസ്കാരം വേണം, ഞങ്ങളുടെ ഭാവി എന്തെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ അതിനെ നിർവചിക്കും എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് നിന്ന് പോരാട്ടം നടത്തിയത്. And on the other side, the Prime Minister and Mr. Amit Shah, who said no, if we want the people of Kerala to speak Hindi, then the people of Kerala will speak Hindi. If we want the Tamils to
not to speak Tamil, then the people of Tamil Nadu will not speak Tamil. നിങ്ങൾക്കറിയാമോ, മറുവശത്ത് ഈ പോരാട്ടത്തിന്റെ മറുവശത്ത് ആരാണ് ഉണ്ടായിരുന്നത്? പ്രധാനമന്ത്രിയും അമിത്ഷായും. അവരെന്താണ് പറഞ്ഞത്? കേരളത്തിലെ ജനങ്ങൾ ഹിന്ദി സംസാരിക്കണമെന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ ഹിന്ദി സംസാരിക്കും. തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴ് സംസാരിക്കേണ്ട എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ തമിഴ് സംസാരിക്കില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയും അമിത്ഷായുമാണ് ഈ പോരാട്ടത്തിന്റെ മറുഭാഗത്തുണ്ടായിരുന്നത്. If we want Onam to be celebrated, then only Onam will be celebrated. ഞങ്ങൾ ഇവിടെ ഓണം ആഘോഷിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമാണ് മലയാളി ഓണം ആഘോഷിക്കാൻ പോവുക എന്നാണ് പ്രധാനമന്ത്രി And we will decide whether Kathakali is danced in Kerala or some other dance. കേരളത്തിൽ കഥകളി എന്ന നൃത്തരൂപം വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതോ മറ്റേതെങ്കിലും രൂപം വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് അവർ ചിന്തിച്ചതും പറഞ്ഞതും. And the beautiful thing is that they had a fundamental misunderstanding. അതിലേറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത് അവർക്ക് അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. They thought that just because they have political power, just because they have ED, they have CBI, they have the income tax department, they can dictate to the people of India what is going to happen. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ എന്താണെന്നറിയോ? അവരുടെ കയ്യിൽ രാഷ്ട്രീയ അധികാരം ഉണ്ടായിരുന്നതുകൊണ്ട്, ED ഉണ്ടായിരുന്നതുകൊണ്ട്, CBI ഉണ്ടായിരുന്നതുകൊണ്ട്, ഇൻകം ടാക്സ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് തീരുമാനിക്കണം, എന്ത് ചെയ്യണം എന്ന് തങ്ങൾക്ക് നിർദ്ദേശിക്കാം, ആജ്ഞാപിക്കാം എന്ന് അവർ കരുതിയതാണ് അവരുടെ അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണ. And the people of Kerala, the people of Uttar Pradesh, they showed the Prime Minister, people of all other states showed the Prime Minister that you cannot dictate to the people of India what we want. കേരളത്തിലെ ജനങ്ങൾ, ഉത്തർപ്രദേശിലെ ജനങ്ങൾ, ഇന്ത്യ മുഴുവനുള്ള ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് കാണിച്ചു കൊടുത്തു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്, ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് ഞങ്ങളോട് ആജ്ഞാപിക്കാൻ സാധിക്കില്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ കാണിച്ചു കൊടുത്തു. And the people of India also told them that the constitution is our voice. Do not touch the constitution. അതുമാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ഈ ഭരണഘടന ഞങ്ങളുടെ ശബ്ദമാണ്, അതിനെ തൊട്ട് കളിക്കരുതെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇന്ത്യയിലെ ജനങ്ങൾ പറഞ്ഞു. 21st century is a visual century. 21ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് കാഴ്ചകളുടെ ഒരു ലോകമാണ്. Images have become much more important. ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്ത് ഇമേജുകൾ, ചിത്രങ്ങൾ, പ്രതിച്ഛായകൾ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. Before the election you saw BJP leaders saying we will tear up the constitution, we will throw the constitution away, we will change the constitution. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേട്ട് കാണും ബിജെപിയുടെ നേതാക്കൾ പറഞ്ഞത്, ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഇല്ലാതാക്കും, ഞങ്ങൾ ഭരണഘടനയെ എടുത്തു കളയും എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. Arrogance of power. അത് അധികാരത്തിന്റെ ധാർഷ്ട്യത്തിലാണ് അവർ പറഞ്ഞത്. After the election you saw the Prime Minister doing this to the constitution. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണഘടനയോട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. So you can see that the people of India have spoken. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ സംസാരിച്ചു, അവർ സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. And also notice that hatred has been defeated by love and affection. അതുമാത്രമല്ല, നിങ്ങൾ ഇതുകൂടി ശ്രദ്ധിക്കണം, ഈ രാജ്യത്തെ വെറുപ്പിനെ ഈ രാജ്യത്തെ ജനങ്ങൾ സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു. Arrogance has been defeated by humility. ധാർഷ്ട്യത്തെ വിനയം കൊണ്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു. In fact, the truth is the Prime Minister barely escaped in Varanasi. നിങ്ങൾക്കറിയോ, സത്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് എന്നതാണ് സത്യം. And he would have been defeated himself in Varanasi. അദ്ദേഹം തന്നെത്താൻ അവിടെ പരാജയപ്പെട്ടേനെ വാരണാസിയിൽ. The BJP was defeated in Ayodhya. BJP അയോധ്യയിൽ പരാജയപ്പെട്ടു. So even the people of Ayodhya have sent a message to the BJP that we do not appreciate hatred and violence. അതുമാത്രമല്ല, അയോധ്യയിലെ പോലും ജനങ്ങൾ ബിജെപിക്ക് കൃത്യമായൊരു സന്ദേശം നൽകി, ഞങ്ങൾ അക്രമത്തെ, വെറുപ്പിനെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് അയോധ്യയിലെ ജനങ്ങൾ ബിജെപിക്ക് കൃത്യമായ സന്ദേശം നൽകി.
And the single biggest message that the people of India have given is that we are multiple traditions, we are many states, we have many histories, and every single one of these histories, every single one of these traditions, every single one of these religions is going to be respected. ഈ രാജ്യത്തെ ജനങ്ങൾ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം, ബി.ജെ.പിക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ വ്യത്യസ്ത സംസ്കാരങ്ങളാണ്, ഞങ്ങൾ വ്യത്യസ്ത പാരമ്പര്യങ്ങളാണ്, ഞങ്ങൾ വ്യത്യസ്ത ഭാഷകളാണ്, ഞങ്ങൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളാണ്, ഞങ്ങൾ വ്യത്യസ്ത മതങ്ങളാണ്. ഈ രാജ്യത്ത് ഈ ഓരോ മതവും ഓരോ ഭാഷയും ഓരോ സംസ്കാരവും ഓരോ സംസ്ഥാനവും ഓരോ ചരിത്രവും ബഹുമാനിക്കപ്പെടണം എന്ന സന്ദേശമാണ് ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായി നൽകിയത്. I can tell you that the government that has been formed in Delhi is a crippled government. ഞാൻ പറയാം നിങ്ങളോട്, ഇന്ന് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഗവൺമെന്റ് സമ്പൂർണ്ണമായ ഒരു ഗവൺമെന്റ് അല്ല, പ്രശ്നങ്ങളുള്ള ഒരു ഗവൺമെന്റ് തന്നെയാണ്. The opposition has dealt a fatal blow to the BJP. ബി.ജെ.പിക്ക് കഠിനമായ ഒരു അടിയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. And you will see that even Mr. Narendra Modi's attitude will have to change. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട്, നരേന്ദ്രമോദിയുടെ സമീപനം മാറേണ്ടിയിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Because the people of India have sent him a clear message. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. From our perspective, our role of opposition will continue. നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് പ്രതിപക്ഷം എന്ന രീതിയിൽ നമ്മുടെ പങ്ക്, ഉത്തരവാദിത്വം അത് തുടർന്നുകൊണ്ടിരിക്കും. We proposed an alternative vision for the people of India, a pro-poor, compassionate vision, and we will fight for that vision. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബദൽ ദർശനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവതരിപ്പിച്ചു. സഹാനുഭൂതിയുള്ള, കാരുണ്യമുള്ള, ഈ രാജ്യത്തെ ജനങ്ങളോട്, ദരിദ്രരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദർശനം. അതിനുവേണ്ടി, ആ കാഴ്ചപ്പാടിന് വേണ്ടി ഞങ്ങൾ പൊരുതിക്കൊണ്ടേയിരിക്കും. We are committed to making India a fairer society, a more productive society. കൂടുതൽ ഉൽപാദനക്ഷമമായ, കൂടുതൽ ന്യായയുക്തമായ ഒരു സമൂഹമായി ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തുടർന്നും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. Now I have a dilemma in front of me. ഇപ്പോ എൻ്റെ മുന്നിൽ വലിയ ഒരു ധർമ്മ സങ്കടമുണ്ട്. The question is, will I be member of parliament of Wayanad or will I be member of parliament of Raebareli? എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ധർമ്മസങ്കടം ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ റായ്ബറേലിയിലെ പാർലമെന്റ് അംഗമാവുമോ ആയി തുടരുമോ അതോ വയനാട്ടിലെ പാർലമെന്റ് അംഗമായി തുടരുമോ? Unfortunately, like the Prime Minister, I am not guided by God. ദൗർഭാഗ്യകരമായി എനിക്ക് ധർമ്മസങ്കടമുള്ള എൻ്റെ കാര്യം പറയും. പ്രധാനമന്ത്രിയെ പോലെ പ്രധാനമന്ത്രിക്ക് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് എനിക്ക് ആ I am a human being. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. You know, you saw in the election, first the Prime Minister said 400 par. നിങ്ങൾ ഇലക്ഷൻ സമയത്ത് കണ്ടു കാണാം, പ്രധാനമന്ത്രി പറഞ്ഞു 400-ലധികം വോട്ടുകൾ, 400-ലധികം സീറ്റുകൾ. After that 400 par disappeared and 300 par came. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ 400-ലധികം കഴിഞ്ഞു, പിന്നെ 300-ലധികം സീറ്റുകളായി. After that 300 par disappeared. അത് കഴിഞ്ഞപ്പോൾ ഈ 300-ലധികം സീറ്റുകളും അപ്രത്യക്ഷമായി. And then he gave a speech where he said, I am not biological. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങളെയൊക്കെ പോലെ ഞാൻ ജൈവികമായി, അതായത് ജീവശാസ്ത്രപരമായി, ശാരീരികമായി ഉണ്ടായ ആളല്ല. He said, after my mother passed away, I realized that I am not a biological person. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളെയൊക്കെ പോലെ ശാരീരികമായി, അതായത് ജീവശാസ്ത്രപരമായി ഉണ്ടായ ഒരാളല്ല എന്ന് എനിക്ക് മനസ്സിലായതെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. I don't take any decision. ഞാൻ ഒരു തീരുമാനവും എടുക്കില്ല. I have been put on this earth by Paramatma and he takes all the decisions. എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത്, ഒന്നാമത് ഞാൻ ജീവശാസ്ത്രപരമായി ഉണ്ടായ ആളല്ല, എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത് പരമാത്മാവാണ്. എൻ്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അദ്ദേഹമാണ്. ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. Modiji has a strange Paramatma. മോദിജി പറയുന്ന ഒരു വിചിത്രമായ പരമാത്മാവാണ് മോദിജി പറഞ്ഞുകൊണ്ടിരിക്കുന്ന His Paramatma makes him take all the decisions in favor of Adani and Ambani. ഈ പരമാത്മാവ് എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തെ കൊണ്ട് എല്ലാ തീരുമാനങ്ങളും അദാനി അംബാനിയുടെ പേരിലാണല്ലോ ഈ പരമാത്മാവ് എടുപ്പിക്കുന്നത്. Paramatma tells him, Narendra Modi ji, this morning you are going to give Bombay airport to Adani.
പരമാത്മാവ് അദ്ദേഹത്തോട് ഒരു രാവിലെ പറയുന്നു, ഇന്ന് രാവിലെ നിങ്ങൾ ബോംബെ വിമാനത്താവളം അദാനിക്ക് കൊടുക്കൂ. Okay, now you gave Bombay, now you give Lucknow. അപ്പൊ നിങ്ങൾ ബോംബെ കൊടുത്തു കഴിഞ്ഞു, ഇനി നിങ്ങൾ ലക്നോ കൊടുക്കും. Good, now you have given 7 airports, now you give power plants. ഇപ്പൊ എയർപോർട്ടുകളെ വിമാനത്താവളങ്ങളെല്ലാം കൊടുത്തു തീർന്നു, ഇനി നിങ്ങൾക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങൾ അത് കൊടുത്തോളൂ അംബാനിക്ക്. Okay, good, now you've done power plants, now to help Adani with defense, you do Agniveer. നിങ്ങൾ എല്ലാ പവർ പ്ലാന്റുകളും, അതായത് വൈദ്യുതി ഉൽപ്പാദന നിലയങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും? പ്രതിരോധത്തിൽ അദാനിയെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ അദ്ദേഹത്തിന് അഗ്നിവീർ പദ്ധതി, ഇത് പരമാത്മാവ് അദ്ദേഹത്തിനും നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. But unfortunately, I do not have this luxury because I'm a human being and God does not order me. ശരിക്കും നരേന്ദ്രമോദി പറയുന്ന പോലെയുള്ള ഈ ഒരു വിശേഷ സൗഭാഗ്യം എനിക്കില്ല. കാരണം നരേന്ദ്രമോദിയോട് സംസാരിക്കുന്ന പോലെ പരമാത്മാവ് എന്നോട് സംസാരിക്കുന്നില്ല, കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ്. In fact, it is for me, it is much simpler. കാരണം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ലളിതമാണ്. My God is the poor people of India. കാരണം എന്റെ ദൈവം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ദരിദ്രരായ മനുഷ്യരാണ് എന്റെ ദൈവം. My God is the people of Wayanad. എന്റെ ദൈവം എന്ന് പറയുന്നത് വയനാട്ടിലെ ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരുമാണ്. So for me it's very easy. I just go talk to the people and my God tells me what to do. അതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമാണ്. ഞാൻ പോയി എൻ്റെ ജനങ്ങളോട്, നിങ്ങളോട് ചോദിക്കും ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റെ ദൈവമാണ്, അപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യും, എനിക്ക് എളുപ്പമാണ്. Anyway, back to the question of Wayanad or Raebareli. അതുകൊണ്ട് വീണ്ടും ആ ചോദ്യം വരികയാണ്, വയനാടാണോ റായ്ബറേലിയാണോ? ആ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുകയാണ്. What I will commit to you is that both Wayanad and Amethi and Raebareli will be happy with my decision. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനം വയനാട്ടിലെ ജനങ്ങൾക്കും റായ്ബറേലിയിലെ ജനങ്ങൾക്കും സന്തോഷമുള്ള തീരുമാനമായിരിക്കും. Once again, thank you very much for your love and your affection, for your support and for all the energy that you gave me in this difficult period. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും, നിങ്ങളുടെ എല്ലാ വാത്സല്യത്തിനും, നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എനിക്ക് നൽകിയ എല്ലാ ഊർജത്തിനും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുന്നു. And I look forward to seeing you again soon. നിങ്ങളെ വളരെ വേഗം വീണ്ടും കാണുന്നതിൽ ഞാൻ ആഗ്രഹിക്കുന്നു. Thank you. നന്ദി. പ്രിയമുള്ളവരെ, നമ്മുടെ സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഏറെ പ്രിയങ്കരനായ MP ശ്രീ ഷാഫി പറമ്പിൽ, രാജ്യസഭാംഗം ശ്രീ, അതുപോലെ തന്നെ ജബി മേത്തർ, നമ്മുടെ ഏറ്റവും പുതിയ നമ്മുടെ രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, എല്ലാവരും വേദിയിലുണ്ട്. അവരുടെയൊക്കെ ആശംസകൾ അറിയിക്കുന്നു. ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനും ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭാരവാഹികളാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്നത്. അവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി പറയുന്നതിന് വേണ്ടി DCC പ്രസിഡന്റ് VS ജോയിയെ ക്ഷണിക്കുന്നു.